ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഹാപ്പി സൺഡേ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ എന്തായാലും പള്ളിയിലേക്ക് പോകാൻ തുടങ്ങും കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പനും മക്കളും എല്ലാം രാവിലെ പോയി. അത് കാരണം അല്ലാതെ പറ്റത്തില്ല. ഇവിടുത്തെ ജീവിത രീതി ഒന്നിച്ചൊന്നും നമുക്ക് ഒരിടത്തേക്കും എപ്പോഴും പോകാൻ പറ്റത്തില്ല. കാരണം വന്നു കഴിഞ്ഞിട്ട് പുള്ളിക്ക് ജോലിക്ക് പോകണം. ഞാൻ ജോലി കഴിഞ്ഞ് വന്നു. അപ്പം അവർ വരുമ്പോഴത്തേക്കും ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരും. അങ്ങനെയൊക്കെയാണ് കഥകളിവിടെ. മീൻസ് പെട്ടെന്ന് നാട്ടിലെ പോലെ ഒന്നും പഴയ കാലമെല്ലാം മാറിയില്ലേ. എല്ലാവർക്കും ഒന്നിച്ച് കാണാൻ പോലും പറ്റാത്തൊരവസ്ഥ ഒരു വീട്ടിലാണേലും. അങ്ങനെയുള്ള ജീവിത സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ എല്ലാവരും യാത്ര പുറപ്പെടുന്നത്. കാരണം പിള്ളേരുടെ ജോലി വ്യത്യാസം, പഠിത്തത്തിൻ്റെ സമയം വ്യത്യാസം, അങ്ങനെ എല്ലാവരും കണ്ടുമുട്ടുന്നതും ഒന്നിച്ച് പോകാൻ പറ്റുന്നതും ഒന്നിച്ച് പോകാൻ വലിയൊരാഗ്രഹമാണ്. അങ്ങനെ സമയം കിട്ടുമ്പോൾ പോകും. അങ്ങനെ ഇന്ന് അതിനുള്ള സാഹചര്യം കിട്ടിയില്ല. അപ്പം ജീവിതയാത്രയെപ്പറ്റി നമ്മളൊരു ചിന്താവിഷയത്തെപ്പറ്റി ഇന്ന് എടുക്കുകയാണെങ്കിൽ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. ലൈഫെന്ന് പറഞ്ഞാൽ നമ്മുടെ തിങ്കിങ്ങിലൂടെ മാത്രം, നല്ല രീതിയിലുള്ള തിങ്കിങ് ആണ് നമ്മുടെ എല്ലാത്തിൻ്റെയും മൂലധാര പറയത്തില്ലേ. എല്ലാത്തിനും നല്ലൊരു മൈൻഡ് സെറ്റോട് കൂടി വേണം രാവിലെ നമ്മൾ ഉറക്കം ഉണരാൻ. മീൻസ് നെഗറ്റീവായ ചിന്താഗതി നമ്മുടെ ബ്രെയിനാണല്ലോ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. സ്പൈനൽ കോഡ് കൊടുക്കുന്ന മെസ്സേജ് നമ്മുടെ മെമ്മറിക്കോ, നമ്മുടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്തിട്ടും കാര്യമുണ്ടോ? നമുക്ക് നമ്മുടെ മെമ്മറി ഷാർപ്പായിരിക്കണം. മെമ്മറിക്കൊരു പ്രശ്നം വരരുത്. മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ ആരോഗ്യവാന്മാരിരുന്നാൽ മാത്രമല്ലേ കുഞ്ഞുങ്ങൾക്കൊരു സപ്പോർട്ടായി നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു ചിന്താഗതി നമ്മളിൽ വളരണം. നല്ല ചിന്തകളായിരിക്കണം. നന്മ നിറഞ്ഞ ചിന്തകളിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ നമ്മൾ തന്നെ നമ്മളെ മാറ്റാൻ പറ്റുള്ളൂ. വേറൊരാൾക്ക് നമ്മളെ മാറ്റാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം വേറൊരാൾ പറയും നീ ശരിയല്ല, നീ ഇങ്ങനെ മാറണം അങ്ങനെ മാറണം എന്ന് പറഞ്ഞാൽ ആരും മാറത്തില്ല. നമ്മൾ തന്നെ നമ്മളെ ഉൾക്കൊള്ളണം. നമ്മുടെ പരിമിതികൾ ഉൾക്കൊള്ളണം. നമ്മുടെ മിസ്റ്റേക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കറക്റ്റ് ചെയ്ത് എപ്പോഴും പെട്ടെന്ന് അങ്ങ് കറക്റ്റ് ചെയ്തൊന്നും മുന്നോട്ട് ആർക്കും പോകാൻ പറ്റത്തില്ല. ചെറുതായ ഓരോ ദിവസങ്ങളിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ മാറാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ. നമ്മൾ മറ്റുള്ളവർ നമ്മളെ ഹെൽപ്പ് ചെയ്യണം, നമ്മളെ ബൂസ്റ്റ് ചെയ്യണം, നമ്മളെ വളർത്തണം എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല. നമ്മൾ തന്നെ നമ്മളുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തി മുന്നോട്ട് യാത്ര ചെയ്താൽ മാത്രമേ നമുക്കൊരു സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്തുവാ, നല്ലൊരു പീസ്ഫുൾ